ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. സംസ്ഥാനത്ത് ഇന്ന് 6028 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6398 പേർ രോഗമുക്തി നേടി. ഇന്ന് 28 മരണം സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 1997 ആയി. കൂടുതൽ വിവരങ്ങളുമായി സൈമ. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,365 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.98%. 5213 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 56 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. അതേസമയം 654 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. മലപ്പുറം 1054, കോഴിക്കോട് 691, തൃശൂർ 653, പാലക്കാട് 573, എറണാകുളം 554, കൊല്ലം 509, കോട്ടയം 423, ആലപ്പുഴ 395, തിരുവനന്തപുരം 393, കണ്ണൂർ 251, പത്തനംതിട്ട 174, കാസർഗോഡ് 138, വയനാട് 135, ഇടുക്കി 85 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 105 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 67,831 പേരാണ് സംസ്ഥാനത്ത് ആകെ ചികിത്സയിലുള്ളത്. 4,81,000-ലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. 3 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയതോടെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 557 ആയി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 691 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്കം വഴി 644 പേർക്ക് രോഗം ബാധിച്ചു. 25 പേരുടെ ഉറവിടം വ്യക്തമല്ല. 3 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 7588 കോഴിക്കോട് സ്വദേശികളാണ് ആകെ ചികിത്സയിലുള്ളത്. 634 പേർ ജില്ലയിൽ രോഗമുക്തി നേടി. കൊല്ലം ജില്ലയിൽ ഇന്ന് 2 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 509 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 664 പേർ ഇന്ന് രോഗമുക്തരായി. 4 കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ കോവിഡ് മരണസംഖ്യ 156 ആയി. 4507 പേരാണ് നിലവിൽ കൊല്ലത്ത് ചികിത്സയിലുള്ളത്. അതേസമയം അഗതി മന്ദിരങ്ങളിൽ പകർച്ചവ്യാധികളെ തടഞ്ഞ് അന്തേവാസികളെ സംരക്ഷിക്കുന്നതിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ശ്രീലത അറിയിച്ചു. എറണാകുളം ജില്ലയിൽ ഇന്ന് 554 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 387 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 18 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 545 പേർ രോഗമുക്തി നേടി. ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ച് 8697 പേരാണ് ജില്ലയിൽ ചികിത്സയിലുള്ളത്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 912 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 370 പേരാണ്. 38 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 3526 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘനത്തിന് 1 കേസും റിപ്പോർട്ട് ചെയ്തു. വയനാട് ജില്ലയിലെ കുറുമ്പലക്കോട്ട, അമ്പുകുത്തിമല എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ പ്രവേശനം ഞായറാഴ്ച മുതൽ നിരോധിച്ച് ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള ഉത്തരവിട്ടു. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിയന്ത്രണങ്ങളോടെ തുറന്നെങ്കിലും ഇവിടങ്ങളിലേക്ക് വരുന്ന സഞ്ചാരികൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. കോവിഡ് പശ്ചാത്തലത്തിൽ കാപ്പാട്, വാസ്കോഡഗാമ ബീച്ചിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ അറിയിച്ചു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94%ത്തിലേക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 44,807 പേർ രോഗമുക്തരായി. നിലവിൽ 4,43,000-ലധികം പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത്. 1,32,162 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. കോവിഡ് കേസുകളിൽ വർധനയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്രം ഉന്നതതല സംഘങ്ങളെ അയക്കും. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 90 ലക്ഷം കടന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നീക്കം. രോഗബാധ ഏറ്റവും രൂക്ഷമായ ജില്ലകളിൽ സന്ദർശനം നടത്തുകയും കണ്ടെയ്ൻമെന്റ്, നിരീക്ഷണം, പരിശോധന, ചികിത്സ തുടങ്ങിയ കാര്യങ്ങളിൽ പിന്തുണ നൽകുകയുമാണ് കേന്ദ്ര സംഘത്തിന്റെ ചുമതല. ലോകത്താകമാനം കോവിഡ് രോഗികളുടെ എണ്ണം 5,73,00,000 കവിഞ്ഞു. ഇതിൽ 3,98,00,000-ലധികം പേർ രോഗമുക്തി നേടി. 13,68,000-ലധികം പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചു. നഗ്രോട്ട ഏറ്റുമുട്ടലിലൂടെ ഭാരതത്തിന്റെ സുരക്ഷാസേന വീണ്ടും ധീരത പ്രകടമാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകാശ്മീരിലെ പ്രാദേശിക ജനാധിപത്യ നടപടികൾക്ക് തുരങ്കം വയ്ക്കാനുള്ള ശ്രമത്തെയാണ് സൈന്യം പരാജയപ്പെടുത്തിയതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നഗ്രോട്ട ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന അവലോകന യോഗത്തിനുശേഷം ട്വിറ്ററിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 5ഇടങ്ങളിൽ എൻഐഎ റെയ്ഡ് നടത്തി. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് റെയ്ഡ് നടന്നത്. കേസിൽ കുറ്റാരോപിതരായവരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, രേഖകൾ തുടങ്ങിയവ റെയ്ഡിൽ കണ്ടെടുത്തു. ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് 21 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.
സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ രീതി വിലയിരുത്തുമ്പോൾ മുഖ്യമന്ത്രിയെ കുരുക്കാൻ ലക്ഷ്യമിട്ടുള്ള ശ്രമമാണെന്നത് വ്യക്തമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ വികസന പ്രവർത്തനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം വ്യക്തമാണ്. കേന്ദ്ര ഏജൻസികൾക്കും സിഎജിക്കുമെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. സ്വർണ്ണക്കടത്തിനും മയക്കുമരുന്ന് കച്ചവടത്തിനും അഴിമതിക്കുമെതിരായ അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരും സിപിഐഎമ്മും നടത്തുന്ന സംഘടിത ശ്രമത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വപ്നയുടെ പേരിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശം മുഖ്യമന്ത്രിയെ വെള്ളപൂശാനും വിശുദ്ധനാക്കാനും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത തകർക്കാനുമാണെന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. സിഎജി റിപ്പോർട്ട് ചോർത്തിയ ധനമന്ത്രി തോമസ് ഐസക് രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പുറത്തുവന്നതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് അദ്ദേഹം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം. രണ്ടില ചിഹ്നം കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി പക്ഷത്തിന് അനുവദിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ ശ്രീ പി ജെ ജോസഫ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി ഉത്തരവ് പാർട്ടിയുടെ വിജയമെന്ന് ശ്രീ ജോസ് കെ മാണി പ്രതികരിച്ചു. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ശ്രീ പി ജെ ജോസഫ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും ദേശസാൽകൃത ബാങ്കുകളിൽ ജോലി ചെയ്യുന്നവരെ ഒഴിവാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച് എല്ലാ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം ഒഴിവാക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോക്ടർ നവ്ജോത് ഖോസ അറിയിച്ചു. ആൾക്കൂട്ടം, ജാഥ എന്നിവയും പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും കളക്ടർ പറഞ്ഞു. സ്ഥാനാർത്ഥികൾക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നം ശുപാർശ ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള പാർട്ടി ഭാരവാഹികളുടെ കത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് 3-ന് മുൻപ് സമർപ്പിച്ചാൽ മതിയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ പാർട്ടി ഭാരവാഹികളുടെ കത്ത് ഹാജരാക്കണമെന്ന് ചില വരണാധികാരികൾ ആവശ്യപ്പെടുന്നതായുള്ള പരാതിയെ തുടർന്നാണ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. കോഴിക്കോട് ജില്ലയിൽ ഹരിത തെരഞ്ഞെടുപ്പ് പ്ലാസ്റ്റിക് വിമുക്ത തെരഞ്ഞെടുപ്പ് കൈപ്പുസ്തകം പ്രകാശനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണം പരിസ്ഥിതി സൌഹൃദമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ, ഹൈക്കോടതി വിധി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് എന്നിവയടങ്ങിയ കൈപ്പുസ്തകമാണ് ജില്ലാ കളക്ടർ പ്രകാശനം ചെയ്തത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന നടിയുടെയും സർക്കാരിന്റെയും ഹർജികൾ ഹൈക്കോടതി തള്ളി. അടുത്ത തിങ്കളാഴ്ച മുതൽ വിചാരണ തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞു. വിചാരണ കോടതി മാറ്റുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കോടതിയും പ്രോസിക്യൂഷനും ഒരുമിച്ച് പോകണമെന്നും ഹൈക്കോടതി പറഞ്ഞു. പാലക്കാട് പുതുശ്ശേരിയിൽ എക്സൈസ് സംഘം കുഴൽപ്പണം പിടിച്ചെടുത്തു. വാഹന പരിശോധനയ്ക്കിടെയാണ് കണക്കിൽപ്പെടാത്ത 77.5 ലക്ഷം രൂപ പിടികൂടിയത്. കോയമ്പത്തൂരിൽ നിന്ന് ഇരുചക്ര വാഹനത്തിൽ പണം തൃശൂരിലേക്ക് കടത്താൻ ശ്രമിക്കുകയായിരുന്നു. പാലക്കാട് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തു. പി ജെ ജോസഫ് എംഎൽഎയുടെ മകൻ ജോ ജോസഫ് അന്തരിച്ചു. 34 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് പ്രാദേശിക വികസനത്തെക്കുറിച്ചാണെന്ന് ബിജെപി ദേശീയ സമിതി അംഗം കെ പി ശ്രീശൻ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലെ 47-ാം ഡിവിഷനിലെ ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 ദിവസമായി അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പിന്റെ കുടിശ്ശിക നിവാരണ പദ്ധതിയായ ആംനസ്റ്റി 2020-ൽ ഓപ്ഷൻ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 30-ന് അവസാനിക്കും. ഓപ്ഷൻ സമർപ്പിക്കുന്ന വ്യാപാരികൾക്ക് പിഴയിലും പലിശയിലും 100% ഇളവ് ലഭിക്കും. സംസ്ഥാന നികുതി വകുപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുടിശ്ശിക നിവാരണ പദ്ധതിയാണ് ആംനസ്റ്റി 2020. ശുചിത്വ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ജലശക്തി മന്ത്രാലയത്തിന്റെ ദേശീയ അംഗീകാരം വയനാടിന് ലഭിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ പദ്ധതിയിൽ കൈവരിച്ച നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ തെരഞ്ഞെടുത്ത 20 ജില്ലകളിൽ ഒന്നായി വയനാട് മാറിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്. സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ പ്രവർത്തനങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ തെരഞ്ഞെടുത്ത 20 ജില്ലകളിലൊന്നായി വയനാട് മാറിയത്. വേൾഡ് ബാങ്കിന്റെയും സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ ധനസഹായവും ഉപയോഗപ്പെടുത്തി പൊതു കക്കൂസുകൾ, ഖരമാലിന്യ സംസ്കരണ ഉപാധികൾ സ്ഥാപിച്ചതും പ്രവർത്തന വിവരങ്ങൾ യഥാസമയം SMS ചെയ്തതും അംഗീകാരം ലഭിക്കുന്നതിന് സഹായകരമായി. ഗ്രാമപഞ്ചായത്തുകൾ വെളിയുടെ വിസർജനം മുക്തമാക്കിയതും കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണമേന്മ വർദ്ധിപ്പിച്ചതും ഖരദ്രാവക മാലിന്യ സംസ്കരണത്തിൽ ജില്ലയിലെ 22 ഗ്രാമപഞ്ചായത്തുകളിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സ്ഥാപിച്ചതും
പദ്ധതികളും നേട്ടത്തിനായി പരിഗണിച്ചു. കൂടാതെ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളും അവാർഡിനായി പരിഗണിക്കപ്പെട്ടു. ഓൺലൈനിൽ നടന്ന പരിപാടിയിൽ എഡിഎം ഉൾപ്പെടെ വിവിധ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 7ാം സീസണിലെ ആദ്യ മത്സരം ഗോവയിൽ പുരോഗമിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സും എടികെ മോഹൻ ബഗാനും തമ്മിലാണ് മത്സരം. രണ്ടാം പകുതിയിൽ എടികെ മോഹൻ ബഗാൻ ഒരു ഗോൾ നേടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.